പ്രിയ സുഹൃത്തുക്കളെ, നാം എല്ലാവരും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ചില പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ നമുക്ക് മറുപടി ലഭിക്കും, മറ്റു ചില പ്രാർത്ഥനകൾ താമസിക്കുവാനും ഇടയായിത്തീരും. പ്രാർത്ഥനകളുടെ സമയം നമ്മൾ തീരുമാനിക്കുമ്പോഴും അതിന് മറുപടിയുടെ സമയം തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ നമ്മുടെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരമാണ്, ദർശനത്തിൻ്റെ അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയിക്കും, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ദൈവമാണ് നമ്മളോട് ഒരു ദർശനം പറഞ്ഞിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണെങ്കിൽ അത് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും, അല്ലാതെ നമ്മുടെ സമയത്തല്ല. അതുകൊണ്ടാണ് പറയുന്നത്, അത് വൈകിയാലും അതിനെ കാത്തിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അത് വൈകിയായിരിക്കും നമ്മുടെ കയ്യിൽ ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തിൽ ആ സമയം കറക്റ്റ് സമയം, തക്ക സമയം തന്നെ ആയിരിക്കും. യോസേഫിനോട് ദൈവം ദർശനം കാണിച്ചു, 2 ദർശനങ്ങൾ കണ്ടു. നീണ്ട 13 വർഷം കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നാണ് യോസേഫ് ആ ദർശനം പ്രാപിച്ചെടുത്തത്. നമ്മളും പലപ്പോഴും പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ മല്ലി പിടിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ചിലപ്പം കിട്ടുന്നത് ചിലപ്പോൾ ആദ്യത്തെ വർഷമോ 2-ാം വർഷമോ ഒന്നും അല്ല. ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം ഏറ്റവും ചന്തോചിതമായ മറുപടി തന്നെ നമുക്ക് തരിക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ. അല്ല, ദൈവം കേൾക്കാത്തതല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഈ ഇന്ന സമയത്ത് ഇന്ന വ്യക്തി പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി ദൈവം അവിടെ വെച്ചിരിക്കുക. അതിന് തടസ്സമായി ആർക്കും നിൽക്കുവാൻ സാധ്യമല്ല. ദൈവമാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു ശക്തികൾക്കും അതിനെ എതിർക്കുവാൻ സാധ്യമല്ല. ദൈവം പറയുന്ന സമയത്ത് ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവത്തോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ദൈവമാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി നിശ്ചയിക്കുന്നതെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. അത് ദൈവം അത് കറക്റ്റ് സമയത്ത് ചെയ്യുക തന്നെ ചെയ്യും. അത് നാം എന്തോ ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. അത് എപ്പോഴും നമുക്ക് അത് പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് നീണ്ട സമയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കത്തില്ല ദൈവം ആഗ്രഹിക്കുന്നത്. യോസേഫ് ചിന്തിച്ച സമയത്തൊന്നും അല്ല യോസേഫിനെ ദൈവം ഈജിപ്തിൽ പ്രധാനമന്ത്രിയാക്കി മാറ്റിയത്. ദൈവം തീരുമാനിച്ച സമയത്ത് ദൈവം യോസേഫിനെ എവിടെ നിന്ന് കൊണ്ടുവന്നു? കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റുന്നത്. അപ്പം ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയം എന്ത് തന്നെ ആയാലും അതിന് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. ദൈവം മറുപടി തരിക തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയമല്ല, ദൈവത്തിന് തക്ക സമയം. അത് കൂടത്തുമില്ല, കുറയത്തുമില്ല, താമസിക്കത്തുമില്ല, അത് മുമ്പേയും കിട്ടത്തില്ല. തക്ക സമയത്തിന് ലഭിക്കുക ചെയ്യും. ഈ വചനങ്ങളിൽ നമ്മളെ അനുകരിക്കുമാറാകട്ടെ.